എന്റെ ചേച്ചിയമ്മയ്ക്ക് വഴക്ക് കിട്ടിയത്. ഞാനന്ന് തല്ലിയോണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. സത്യ അങ്ങനെയൊക്കെ പറയുമ്പോ സത്യയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഞാൻ തല്ലിയതിൽ എന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. ചേച്ചിയമ്മയെ വഴക്ക് പറയാൻ സത്യമ്മ ഓരോ കാരണങ്ങൾ തേടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാ ഇത് വന്നത്. എന്തായാലും ചേച്ചിയമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞത്. അതിന് ചേച്ചിയമ്മയോട് മാപ്പ് ചോദിക്കുക തന്നെ വേണം. ഇപ്പൊ തന്നെ നേരിട്ട് കണ്ട് മാപ്പ് ചോദിച്ചിട്ട് വരാം. പഠിക്കുന്ന സമയമായോണ്ട് ഇപ്പൊ ആരും മുറിയിലേക്ക് തിരക്കി വരത്തുമില്ല. ഇല്ലടാ. ആഹാ, പറ പറ പറ. എടാ ഞാൻ വിളിക്കാവേ. ആ പപ്പി മോളല്ലേ ഇത്? ഈ രാത്രി ഇത് എവിടേക്കാ? ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ എന്ത് പ്രശ്നമുണ്ടല്ലോ? പപ്പി മോളെ, മോളിത് എങ്ങോട്ടാ? പപ്പി മോളെ, മോളെ പപ്പി നിക്ക്. പപ്പി മോളെ നിക്കാൻ. പപ്പി മോളെ, മോളെ പപ്പി നിക്കാനേ പറഞ്ഞേ. പപ്പി മോളെ, മോളെ പപ്പി, മോളെ 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 പപ്പി, മോളെ വണ്ടി നിർത്തണ. വണ്ടി നിർത്താൻ മോളെ നിർത്തണ. അയ്യോ മോളെ പപ്പി, മോളെ പപ്പി, മോളെ പപ്പി പറ്റിയോ? മോളെ പപ്പി, മോളെ ബോധം കേട്ടല്ലോ. മോളെ അയ്യോ അയ്യോ ആരെ വണ്ടി വിളിക്കേ. മോളെ ചേട്ടാ, ഒരു കുട്ടിയെ വണ്ടി തട്ടി, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പപ്പി അയ്യോ ചേട്ടാ, അത് വേഗം വിട്. മോളെ പപ്പി, മോളെ മോളെ പപ്പി, പപ്പി ചേട്ടാ ഒന്ന് വേഗം പോ ചേട്ടാ. പോവാം. മോളെ പപ്പി, മോളെ 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 രോഹിത്തെ, പപ്പിയെ കണ്ടോ? അവള് റൂമിലുണ്ടായിരുന്നല്ലോ. ഇവിടൊന്നും ഇല്ല. കൊച്ചിതവിടെ പോയി? ഇവിടൊന്നും ഇല്ല. അവിടെ എങ്ങും കാണുന്നില്ല കുഞ്ഞൻ. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? ഇത്ര നേരം ഈ വീട്ടിലുണ്ടായിരുന്ന കൊച്ചിനെ കാണാനില്ലെന്നോ? ഇങ്ങനെ നിന്നാലെങ്ങനാ? എവിടെയെങ്കിലും പോയി നോക്ക്. എല്ലാ മുറിയിലൊക്കെ പോയി നോക്കിയോ?
എന്താ ആരെ നോക്കുന്ന കാര്യം ഈ പറയുന്നത്? എന്താ ആർക്കും മിണ്ടാട്ടില്ലേ? അതോ എന്നോട് പറയില്ലെന്ന് വിചാരിച്ചിട്ടാണോ? കാര്യം എന്താണെന്ന് വെച്ചാ പറ. ശ്യാമേ, എന്താ കാര്യം? അത് സത്യമേ, അത് പപ്പിയെ എവിടെങ്ങും കാണാനില്ല. പപ്പി ഇറങ്ങി പോയിട്ടുണ്ടാവും എവിടെയെങ്കിലും. രാത്രിയിൽ എവിടെയെങ്കിലൊക്കെ പോകുന്നതും ഒളിച്ചിരിക്കുന്നതും ഇറങ്ങി നടക്കുന്നതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. തൊണ്ടയിടോ തൊണ്ടയിടം. ഇപ്പൊ ഇനി എവിടെ പോയി നോക്കാനായിട്ടാ? പോയി നോക്ക് അച്ഛനും അമ്മയും കൂടി. എന്താ വീണ്ടും വഴക്കായോ? പപ്പി ഇപ്പൊ ഇവിടെ കാണാനില്ല ബ്രോ. ഈ സമയത്ത് ഇവിടെ എവിടെ പോവാനാ? ഈ കുട്ടി എവിടേക്ക് പോകുന്നു ചോദിക്കേ. ഒരിക്കൽ പോലീസ് കേസ് വരെ ആയതാണെന്ന് ഓർക്കണം. ഇനിയും കേസ് കൊണ്ട് എന്നാ അവരിട്ടങ്ങ് ഓടിക്കും. നിങ്ങളെ കൊച്ചിന് ഇത് തന്നെയാണോ പണിയെന്ന് ചോദിക്കും. എന്റെ അമ്മ ഒന്നും ഒച്ചെടുക്കാതിരിക്കേ. അവൾ എവിടേക്ക് പോയിട്ടുണ്ടാവില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണും. പപ്പി, അവളും ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. പപ്പി മോളെ, ഒരു അന്വേഷണം. പപ്പി, പപ്പി. എല്ലാരും കൂടി വഴക്കടിച്ചപ്പോണ്ടായ കാട്ടിക്കൂട്ടിലാണ് ഇതൊക്കെ. പപ്പി, ഡാ, വിഷ്ണു, നീ മുറ്റത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കടാ. അതിന് രാത്രി പോലൊന്നൊന്നുമില്ല, തോന്നുന്നത് പോലെ ഇറങ്ങിപ്പോവും. അല്ല അതിനവള് പുറത്ത്. എന്നാലും ഒരു കൊച്ചു ഇവിടെ ഇറങ്ങി പോയിട്ടും ആരും കണ്ടില്ലെന്ന് വെച്ചാൽ അപ്പൊ അത്രയ്ക്കുണ്ട് ഈ വീട്ടിൽ ശ്രദ്ധ. പപ്പയെ നോക്കണം നോക്കണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കേൾക്കത്തില്ല. ഐസിയുല എന്ത്? പെട്ടെന്ന് ഇങ്ങോട്ട് പോ. പപ്പിക്ക് ഇതെങ്ങനെ സംഭവിച്ചടാ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ഞാൻ പറയാം. ആദ്യം ആശാൻ ഇങ്ങോട്ട് പോ. എടാ, എന്താടാ എന്താ പറ്റിയത്? എടാ പറടാ. എടാ എന്താ പറ്റിയതെന്ന്? അമ്മ അവൾക്ക് ഒന്നുമില്ല. അവൾക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞ. എന്താടാ എന്താ പറ്റിയേ? പപ്പിമോൾ ഒറ്റയ്ക്ക് നടന്നു പോണ കണ്ട ഞാൻ ശ്രദ്ധിച്ചതേ. ഞാൻ പിന്നാലെ ചെന്നു, പക്ഷെ അപ്പോഴേക്കും വണ്ടി വന്നിടിച്ചു. എന്റെ ഈശ്വര. അല്ല ഡോക്ടർ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനി നിന്ന് കളഞ്ഞിട്ട് എന്താ കാര്യം? മക്കളെ ജനിപ്പിച്ച മാത്രം തന്നെ തള്ളിയൊന്നും ആവില്ല. അവരെ ശ്രദ്ധിക്കണം. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം. ഡി, പപ്പിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ല ശ്രദ്ധയുണ്ടോ? ഉണ്ടോടി? ഉണ്ടോന്ന്? അമ്മ മതി, നിർത്ത്. ഇതിപ്പോ സംഭവിച്ചു പോയില്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇടാ, പപ്പി എവിടെ വെച്ച കണ്ടേ നീ?
ഏടത്തേമ്മയുടെ വീടിന്റെ ഭാഗത്ത് വെച്ചാ. ശാലിനിയുടെയോ? ഓ, അപ്പോ പപ്പി ഈ രാത്രിയിൽ അങ്ങോട്ട് പോവായിരുന്നല്ലേ? ഡീ, എന്റെ കൊച്ചിനെ നിങ്ങൾ എല്ലാരും കൂടി കൊലയ്ക്ക് കൊടുക്കോ? ദേ, ഇന്ന് നിർത്തിക്കൊള്ളണം ആ കൂട്ടുകെട്ട്. ആ കൊച്ചിന്റെ കൂടെ ഇന്ന് കൂട്ടുകൂടാൻ തുടങ്ങിയോ അന്ന് മുതൽ തുടങ്ങിയതാ പപ്പിമോളുടെ കഷ്ടകാലം. സത്യമ്മ, എന്റെ അമ്മയൊന്നും നിർത്തി, ഇതൊരു ഹോസ്പിറ്റലാണ്. വെറുതെ നീ മിണ്ടാതിരിക്കടാ. ഡോക്ടർ, പപ്പിക്ക് ഇപ്പോ ആക്സിഡന്റായി കൊണ്ടുവന്ന കുട്ടിയുടെ ബന്ധുക്കളല്ലേ? ആ അതെ. കുട്ടിക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് O നെഗറ്റീവ് ബ്ലഡ് വേണം. റെയർ ഗ്രൂപ്പാ. അതുകൊണ്ട് നന്നായി ശ്രമിക്കേണ്ടി വരും. ഞങ്ങൾ ഉടനെ തന്നെ വേണ്ടത് ചെയ്തോളാം. ഓക്കെ. എടാ, ഇപ്പൊ എന്താണ് ചെയ്യാ? ഞങ്ങൾ ബ്ലഡ് ബാങ്കിൽ ഒന്ന് അന്വേഷിക്കട്ടെ. അവിടെ ഡോണേഴ്സിന് ലിസ്റ്റ് കാണുമല്ലോ. നോയിത്തെ, നീ ഇവിടെ നിൽക്കണേ. ആ കമല വാടാ. പറഞ്ഞത് കേട്ടില്ലേടി? നിന്റെ കുഞ്ഞേച്ചിയെ കാണാൻ പോയപ്പോഴാ എന്റെ കൊച്ചിന് ഈ അപകടം പറ്റിയത്. എന്റെ കൺമുമ്പിൽ ഇനി അവളെ കണ്ടുപോകരുത്. കണ്ടാ ഞാൻ എന്താ പറയാന്ന് പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല. സത്യമേ, പപ്പിയെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ഞങ്ങളുടെ തെറ്റാ. എന്തിനാ വെറുതെ ശാലിനിയെ? മിണ്ടരുത്. ദേ, ഇതൊക്കെ ഉണ്ടാവാൻ കാരണേ അവളുടെ ആ അസുരവിത്ത. സത്യം. അവൾക്ക് വേണ്ടിയാ പപ്പി വഴക്കുണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ പപ്പിയെ വഴക്കു പറഞ്ഞത്. ഡി, നീ അങ്ങോട്ട് വിളിച്ചു പറ നിന്റെ കുഞ്ഞേച്ചിയോട്. അവള് വരട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവള് വരുന്നത് എനിക്കൊന്ന് കാണണം. സത്യമ്മ, ഞാൻ എന്തായാലും ഇവിടെ തന്നെ കാണുമല്ലോ. എന്തായി ബ്രോ? ഡോണർ ലിസ്റ്റിൽ വല്ലവരും ഉണ്ടോ? ഈ O നെഗറ്റീവ് ആയതുകൊണ്ടാ? ഇല്ല, അവര് ശ്രമിക്കാന്ന് പറഞ്ഞ. കിട്ടാൻ പ്രയാസമാണെന്നാ പറഞ്ഞേ. നിങ്ങള് പത്മിനിയുടെ റിലേറ്റീവ്സ് അല്ലേ? ആ അതെ, പറഞ്ഞോളൂ. ഡോണറെ കിട്ടിയെന്ന് ഡോക്ടർ അന്വേഷിച്ചു. ബ്ലഡ് എത്രയും പെട്ടെന്ന് വേണം. കുട്ടിയുടെ കണ്ടീഷൻ ഒരല്പം മോശമോ. അയ്യോ അയ്യോ, നമ്മളിപ്പോ എന്താ ചെയ്യാ? അതെ, കോളേജ് സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ നോക്ക്. എന്താ ക്ഷമ ഈ സമയത്ത്? കുഞ്ഞേച്ചി, പപ്പി അങ്ങോട്ട് വരുന്നതിനിടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഇപ്പൊ നിർമ്മല ഹോസ്പിറ്റലിലാ ഉള്ളത്. എന്നിട്ട് മോക്ക് എന്താ പറ്റിയേ? പരിക്കൽപ്പം ഉണ്ട് കുഞ്ഞേച്ചി. O നെഗറ്റീവ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിരിക്കുക. വിഷ്ണുവേട്ടനാണെങ്കിൽ ഇപ്പൊ ഡൊണേറ്റ് ചെയ്യാനും പറ്റില്ല, അസുഖമല്ലേ.
പിന്നെ കുഞ്ഞേച്ചിയുടെ ബ്ലഡ് O നെഗറ്റീവ് അല്ലേ? അതെ. എന്നാ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. പിന്നെ കുഞ്ഞേച്ചി ഐസിയുവിന്റെ മുന്നിൽ സത്യമ്മയുണ്ട്. കുഞ്ഞേച്ചി കണ്ട ബഹളം ഉണ്ടാക്കുമെന്നും പറഞ്ഞിരിക്കുന്നെ. കുഞ്ഞേച്ചി വരുന്നത് സത്യമ്മ അറിയരുത്. ഇല്ല, ഞാൻ ആരെ കാണാതെ വന്നോളാം. എടി, നമ്മുടെ മോക്ക് വേണ്ടിട്ടല്ലേ. കുഞ്ഞേച്ചി എത്രയും പെട്ടെന്ന് വരണേ. നീ ടെൻഷൻ അടിക്കാതെ. പപ്പി മോൾക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം. അമ്മയോട് ഇപ്പൊ പറഞ്ഞ അമ്മ വിഷമിക്കും. രാമേട്ടനെ വിളിക്കാം. എന്തായടാ? ആശാനെ കുഴപ്പമൊന്നുമില്ല ആശാനെ. വിളിക്കാന്ന് പറഞ്ഞവരാരും വിളിക്കുന്നില്ല. സമയം പോയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ഇപ്പൊ ഒന്ന് ചോദിച്ചുള്ളൂ. ബ്ലഡ് കിട്ടിയില്ലല്ലേ ബ്രോ? എന്റെ പപ്പിമോള് എന്നെ വിട്ടു പോവോ? ഞങ്ങളെ തനിച്ചാക്കി അവള് പോവോ? ഈ ലോകത്ത് എനിക്ക് എന്റേതെന്ന് അവകാശത്തോടെ പറയാനുള്ളത് അവള് മാത്രമേ ഉള്ളൂ. അവള് കൂടി എന്നെ വിട്ടകന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എടാ എടാ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? അങ്ങനെ നമ്മുടെ പപ്പി പോലെ നമ്മൾ വിട്ടുകൊടുക്കോ? കൊടുക്കില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. എടാ, എന്റെ മനസ്സ് പറയുന്നുണ്ട് ഒരു വിളി വരും. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്നും പപ്പിയുടെ രക്ഷക്കായിട്ടൊരു വിളി വരും. അതെനിക്ക് ഉറപ്പാ. നമുക്ക് അവിടെ പോവാം. എടാ, നീ ഒന്ന് വിളിച്ചു നോക്കണേ. കുഞ്ഞേച്ചി ഇവിടെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല, പപ്പി എവിടെയാ കിടക്കുന്നത്? അവൾ ഐസിയില്ല. നീ വന്നേ. പേഷ്യന്റിന്റെ ആരെങ്കിലും ആണോ? ആ, അത് എന്റെ അനുജത്തിയുടെ മകള്. കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം. പിന്നെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടല്ലോ. പ്രാർത്ഥിക്കുക. എന്തായിടി, ആരെങ്കിലും വന്നോ? നോക്കുന്നുണ്ട് സത്യമ്മ.
ആ രോഹിതും വിഷ്ണുവൊക്കെ എവിടെ? ആ, അവര് ഓരോരുത്തരെ വിളിച്ചോണ്ടിരിക്കുക. അയ്യോ ഈശ്വര, എന്റെ കുട്ടി. നീ ചെന്ന് അവരെവിടെയാണെന്നൊന്ന് നോക്കിയിട്ട് വാ. ചെല്ല്, പോയിട്ട് വാ.